മലയാളത്തിൽ തന്നെ എന്താ മോസ്റ്റ് വയലന്റ് സിനിമ എന്ന പേരോട് കൂടി ഇന്ന് റിലീസ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള ഒരു സിനിമയാണ് ഉണ്ണിമുകുന്ദൻ നായകനായിട്ടുള്ള മാർക്കോ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഹനീഫ് അദേനിയാണ്. ഈ സിനിമ ഇന്ന് റിലീസ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമ കളക്ട് ചെയ്യും. ഈ വർഷത്തെ മികച്ച വിജയങ്ങൾ ഒരു സിനിമയായിട്ട് മാറാനും ചാൻസ് ഏറെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ ഏകദേശം 2 കോടിയോളം രൂപയാണ് പ്രീ ബുക്കിങ്ങിലൂടെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സിനിമയ്ക്ക് വലിയ രീതിയിൽ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. പോസിറ്റീവ് റിവ്യൂസ് എങ്ങാനും ആദ്യ ഷോ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ വലിയ രീതിയിൽ കളക്ഷൻ നേടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലൊരു കഥയും നല്ലൊരു കഥാപാത്രവുമായിട്ട് ഉണ്ണിമുകുന്ദൻ എന്നൊക്കെ വന്നിട്ടുണ്ടോ അന്നൊക്കെ മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളൂ. അതേപോലത്തെ ഒരു സിനിമയാണ് ഇതുമെങ്കിൽ ഒരു മടിയും വിചാരിക്കാതെ മലയാളികൾ ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണും. അത്രയും വലിയ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ണിമുകുന്ദന് കേരളത്തിലുണ്ട്. അപ്പൊ എന്തായാലും സിനിമക്ക് നല്ല റിവ്യൂസ് വരാൻ ചാൻസ് ഏറെയാണ്. പ്രധാനപ്പെട്ട കാരണം സിനിമയിലെ സംവിധായകനായിട്ടുള്ള ഹനീഫ് അദേനിയാണ്. ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയും ഹനീഫ് അദേനി രചന നിർവഹിച്ചിട്ടുള്ള എബ്രഹാമിന്റെ സന്ധികൾ എന്ന് പറയുന്ന സിനിമയും ആ സിനിമ കണ്ടവർക്കറിയാം ഹനീഫ് അദേനി എന്ന് പറയുന്ന സംവിധായകൻ അതുപോലെ തന്നെ രചയിതാവ് ഏത് തരത്തിലുള്ള സിനിമകളാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും സിനിമ കാണുന്ന പ്രേക്ഷകനെ നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തൃപ്തിയാക്കാനും സിനിമക്ക് സാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കണ്ടവർ എന്തായാലും നല്ല അഭിപ്രായം പറയണമെങ്കിൽ നല്ല കഥയും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, നല്ല അഭിപ്രായം മാത്രമായിരിക്കും സിനിമയ്ക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ഈ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒരു വിജയമായി മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ വലിയ രീതിയിലുള്ള ഒരു താരനിര അണിനിരക്കുന്നുണ്ട്. സിദ്ദിഖ്, ജഗദീഷ്, സുദേവ് കുമാർ എന്നിങ്ങനെയുള്ള വലിയ താരനിരയാണ് സിനിമയിൽ അണിനിരക്കുന്നത്. പോരാത്തിന് ചിത്രത്തിൻ്റെതായിട്ട് ഇറങ്ങിയ ടീസർ, പോസ്റ്റേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ സിനിമക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക സ്വാധീനം ലഭിക്കാൻ ഏറെ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സിനിമക്ക് സെൻസർ ബോർഡിന്റെ വക സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് വയലൻസ് കൂടുതലാണ്, രക്തക്കറകൾ ഒരുപാട് കാണാൻ കഴിയുന്ന സിനിമയായിരിക്കും ഈ ഒരു മാർക്കോ എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിനിമകൾ കാണാൻ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും സിനിമ റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. സിനിമ കാണാൻ ഞാൻ രാവിലെ തന്നെ പോകുന്നുണ്ട്. രാവിലെ 10 മണിക്കാണ് ഷോ. അത് കണ്ട ഉടനെ തന്നെ അതിന്റെ റിവ്യൂസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സിനിമ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും റിവ്യൂ കാണാവുന്നതാണ്.